നമ്മുടെ യാത്രയിലുണ്ടല്ലോ ഒരു മനോഹരമായ അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ വന്നൊഴിക്ക് ഒരു പുള്ളി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടാ. അങ്ങനെ അന്ന് രാത്രി അവിടെ സ്റ്റേയും കാര്യങ്ങളും സെറ്റാക്കി, അതുപോലെ കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ തന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫാമിലിയോട് പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രോ ഇന്നെന്താണ് പ്രത്യേകിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, ഞങ്ങൾ പള്ളിയിൽ പോണതിന് മുമ്പ് ഇതുപോലെ പ്രാർത്ഥിക്കും കേട്ടോ, എന്നിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുള്ളൂ. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിൽ ഞങ്ങൾ നിന്നെയും കൂടെ ഉൾപ്പെടുത്തും. നിൻ്റെ യാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ നിൻ്റെ ആയുസ്സും ആരോഗ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടാ. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതുപോലെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി. കാരണം അത് ഏതെങ്കിലും ആയിരിക്കോട്ടെ, പക്ഷേ അവർ ആ ഒരു കാണിച്ച ആ ഒരു ഇതില്ല മനസ്സ്, ആ ഒരു മനസ്സിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോവാറായപ്പോൾ അവൻ്റെ കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ട, പച്ചക്കറി കുറേ സാധനങ്ങൾ തന്നു വിട്ടിട്ട. പാവം, എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.